എറണാകുളം പിറവത്ത് നിന്നും കാണാതായ അർജുനെ കണ്ടെത്തിയത് കോയമ്പത്തൂരിൽ നിന്നാണ്. കുട്ടിയുടെ അച്ഛൻ്റെ മൊബൈലിലേക്ക് വിളിക്കുകയായിരുന്നു. വിശദാംശങ്ങളുമായി തിയോഫിൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. തിയോഫിൻ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തിങ്കളാഴ്ച മുതൽ അർജുനെ കാണാനില്ലായിരുന്നു. അർജുൻ വീട്ടിലേക്ക് വിളിച്ചതായി മനസ്സിലാക്കുന്നു. എന്താണ് പുറത്തുവരുന്ന വിശദാംശങ്ങൾ? അർജുൻ എവിടെയായിരുന്നു? എങ്ങനെയാണ് മിസ്സിംഗ് ആയത്? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമാണോ? ഫിനിഷായി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അർജുൻ രഘുവിനെ കാണാതായത്. സ്കൂളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു പോയ കുട്ടി സ്കൂളിൽ എത്തിയിരുന്നില്ല. വൈകിട്ട് വീട്ടിലെത്താത്തതിനെ തുടർന്നാണ് വീട്ടുകാർ അന്വേഷിച്ചത്. കുട്ടിയുടെ മാതാപിതാക്കൾ ഉദ്യോഗസ്ഥരാണ്. ജോലി കഴിഞ്ഞ് വൈകിട്ട് വീട്ടിലെത്തിയപ്പോഴാണ് കുട്ടി വീട്ടിൽ എത്തിയിട്ടില്ല എന്ന വിവരം അറിയുന്നത്. പിന്നീട് ബന്ധുക്കളോട് വിവരം അറിയിച്ച് അന്വേഷിക്കുകയും പിറവം പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. പോലീസ് അന്വേഷണം തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ കുട്ടി കോയമ്പത്തൂരിലുണ്ട് എന്നൊരു വിവരം ലഭിക്കുന്നത്. കുട്ടി തന്നെയാണ് കോയമ്പത്തൂരിൽ നിന്നും അച്ഛനെ ഫോണിൽ വിളിച്ചത്. വീഡിയോ കോളിൽ അച്ഛനുമായി സംസാരിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ് പിറവം പോലീസ് കോയമ്പത്തൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ കുട്ടിയുടെ പാലക്കാട് ചില ബന്ധുക്കളുണ്ട്. അവരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പാലക്കാടുള്ള ബന്ധുക്കളും കോയമ്പത്തൂരിലേക്ക് പോയിട്ടുണ്ട് കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടി. ഇവർ തുടർന്നുള്ള അന്വേഷണത്തിൽ ഈ കുട്ടിയെ കാണാതായതിനെ തുടർന്ന് മാതാപിതാക്കൾ അന്വേഷണം നടത്തിയിരുന്നു. ഏതാനും ദിവസമായി ഒരു വിവരവും ലഭിക്കാതെ കാത്തിരിക്കുകയായിരുന്നു ഇവർ. ബന്ധുക്കൾ വഴിയും അന്വേഷണം നടത്തിയിരുന്നു. പോലീസ് തങ്ങൾക്കാവുന്നവിധം അന്വേഷിച്ചിരുന്നു. ആദ്യ ദിവസം തന്നെ പരാതി ലഭിച്ചതിന് ശേഷം തന്നെ CCTV ദൃശ്യങ്ങൾ പോലീസ് അന്വേഷിച്ചു. അങ്ങനെ CCTV ദൃശ്യങ്ങളിൽ ഒരു 2 കിലോമീറ്റർ ദൂരത്തോളം കുട്ടി പോയതായുള്ള ദൃശ്യങ്ങൾ ലഭിച്ചു. അതിനുശേഷം പിന്നീട് തൊട്ടടുത്ത ദിവസം കുട്ടി യൂണിഫോം മാറി കളർ ഡ്രസ് ഇട്ട് നടന്നു പോകുന്ന CCTV ദൃശ്യവും ലഭിച്ചു. പക്ഷെ എങ്ങോട്ടാണ് പോയതെന്നോ കൃത്യമായൊരു വിവരം ലഭിച്ചിരുന്നില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ കുട്ടി കോയമ്പത്തൂരുണ്ട് എന്ന വിവരം ലഭ്യമാകുന്നത്. വൈകാതെ തന്നെ കുട്ടിയെ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് പോലീസ്. അതിനായി ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. കുട്ടിയുടെ പാലക്കാട് നിന്നുള്ള ബന്ധുക്കളും കോയമ്പത്തൂരിലേക്ക് പോയിട്ടുണ്ട്. വിനിഷ, തിങ്കളാഴ്ച മുതൽ ഇന്നിതാ ഈ ദിവസം വരെ ഒരു വിവരവുമില്ലായിരുന്നു അർജുൻ രഘുവിനെ കുറിച്ച്. ഇപ്പോൾ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ കുട്ടി തന്നെ വീഡിയോ കോളിൽ അച്ഛനോട് സംസാരിച്ചു എന്ന് പറയുമ്പോൾ കുട്ടിയുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള എന്തെങ്കിലും വിശദാംശങ്ങൾ വരുന്നുണ്ടോ? അതല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കളോ അല്ലെങ്കിൽ ഈ വീട്ടുകാർക്ക് അറിയുന്ന ആരെങ്കിലും കോയമ്പത്തൂരിലുണ്ടായിരുന്നോ? കുട്ടി എങ്ങനെ കോയമ്പത്തൂരിൽ എത്തിപ്പെട്ടു എന്നുള്ളതും ചോദ്യമാണ്. വിനിഷ, അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും കുട്ടി കോയമ്പത്തൂരിലുണ്ട് എന്ന കാര്യം നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. അത് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം കുട്ടി നേരിട്ട് തന്നെ വീഡിയോ കോളിൽ അച്ഛനുമായി സംസാരിച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തു. എവിടെ പോയിട്ടാണ്, നേരിട്ട് കോയമ്പത്തൂരിൽ എത്തിയതാണോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒക്കെ കറങ്ങി കോയമ്പത്തൂരിൽ എത്തിയതാണോ എന്നുള്ള വിവരം കൂടുതലായി നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും ആശ്വാസകരമായ ഒരു വാർത്ത. ഇത്രയും ദിവസമായി തിങ്കളാഴ്ച മുതൽ ഇതുവരെ വേദനയോടുകൂടി കാത്തിരുന്ന മാതാപിതാക്കൾക്ക് ആശ്വാസമായി ഇപ്പോൾ കുട്ടി കോയമ്പത്തൂരിലുണ്ടെന്ന വിവരം ലഭിച്ചിരിക്കുന്നു. അധികം വൈകാതെ തന്നെ കുട്ടിയുമായി പോലീസ് മടങ്ങി വരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. എന്തായാലും അതിന് ഒരുപക്ഷെ പോലീസ് എത്തുന്നതിന് മുൻപ് കുട്ടിയുടെ ബന്ധുക്കൾ അവിടേക്ക് എത്തിയേക്കാം. പാലക്കാട് നിന്നുള്ള ബന്ധുക്കൾ കോയമ്പത്തൂരിലേക്ക് പോയിട്ടുണ്ട്. കാരണം ഒരു മണിക്കൂറോളം സമയം കൊണ്ട് പാലക്കാട് നിന്ന് കോയമ്പത്തൂർ എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ അർജുൻ രഘുവുമായി പോലീസ് പുറത്തേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, തിയോഫിനാണ് വിശദാംശങ്ങൾ നൽകിയത്. കഴിഞ്ഞ തിങ്കളാഴ്ച എറണാകുളം പിറവത്ത് നിന്ന് കാണാതായ അർജുൻ രഘുവിനെ കണ്ടെത്തിയിരിക്കുന്നു. കോയമ്പത്തൂരിൽ കുട്ടിയുണ്ട് എന്നാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് കുട്ടി തന്നെ കുട്ടിയുടെ അച്ഛനുമായി വീഡിയോ കോളിൽ സംസാരിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പിറവം പോലീസ് കോയമ്പത്തൂരിലേക്ക് തിരിച്ചിട്ടുള്ളത്. പോലീസിനൊപ്പം കുട്ടിയുടെ ബന്ധുക്കളും കോയമ്പത്തൂരിലേക്ക് തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ കോയമ്പത്തൂരിൽ എത്തിയതിനു ശേഷം കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. തിയോഫിനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.